നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ 250 ml വിപ്പിംഗ് ക്രീം എടുക്കും. എന്നിട്ട് അത് നമ്മളൊരു പാത്രത്തിലൊഴിച്ച് അതിനെ നല്ല പോലെ ബീറ്റ് ചെയ്യണം. എത്ര ബീറ്റ് ചെയ്യും പറഞ്ഞാൽ അത് ആ പാത്രത്തിൽ നിന്ന് അത് വീഴാൻ പാടില്ല. അത്ര സ്റ്റിഫാവണ വരെ നല്ല പോലെ അതിനെ ബീറ്റ് ചെയ്ത് എടുക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ബീറ്റർ ഇല്ല നമ്മുടെ വീട്ടിൽ വെച്ചാൽ കൈ കൊണ്ട് നല്ല പോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ല പോലെ ബീറ്റ് ചെയ്യണം. പക്ഷെ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതിനെക്കാട്ടിലും ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യണതാണ് നല്ലത്. അപ്പം ക്രീം കുറച്ച് സ്റ്റിഫാവണ വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ എന്താ ആഡ് ചെയ്യുക? ഒരു മാംഗോ എടുക്കുക, അതിനെ മിക്സിയിലിട്ട് പൾപ്പാക്കുക, നല്ല പോലെ പ്യൂരി ചെയ്യുക. അതിൽ വെള്ളം ഒഴിക്കണ്ട. ഇത് കണ്ട നല്ല പോലെ സ്റ്റിഫായി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു മാംഗോൻ്റെ പൾപ്പ് ആഡ് ചെയ്യുക. അത് മാംഗോ കട്ട് ചെയ്ത് മിക്സിയിലിട്ട് നല്ല പോലെ അടിച്ചെടുത്താൽ മതി. ആ പൾപ്പ് അതിനകത്തിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മാംഗോ എസൻസ് ആഡ് ചെയ്യാം. മാംഗോ എസൻസ് ഒന്ന് കളറും കിട്ടും, ഇനിയൊന്ന് ഫ്ലേവറും കിട്ടും. അപ്പോൾ അതൊന്ന് മാംഗോ എസൻസ് ആഡ് ചെയ്ത് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഒരു 200 ml മിൽക്ക് മെയ്ഡ് അതൊഴിക്കുക അതിലേക്ക്. ഇതിപ്പോൾ മാംഗോ എസൻസ് കുറച്ചും കൂടെ ആഡ് ചെയ്തു, നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തു. കുറച്ചും കൂടെ കളറ് കിട്ടി, അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു 200 ml മിൽക്ക് മെയ്ഡ് എടുത്തു, അത് ആഡ് ചെയ്യണം. അതും ഇതുപോലെ ആഡ് ചെയ്ത് ഒന്ന് നല്ല പോലെ ബീറ്റ് ചെയ്ത് എടുക്കുക. എന്നിട്ട് അതിനെ നമ്മളൊരു 2 hours നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വയ്ക്കുക. 2 hours വെച്ച് തണുത്ത ശേഷം അതിനെ എടുത്ത് വന്ന് അതിലേക്ക് നമ്മളെന്താ ആഡ് ചെയ്യുക? വേറെ ഒരു മാംഗോ എടുക്കുക, അതിനെ ചെറുതായി കട്ട് ചെയ്തിട്ട് കുറച്ച് ഷുഗറും ഇട്ട് അതിനെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ആ ഷുഗർ ആ മാംഗോയിൽ പിടിക്കും. അപ്പം ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മളത് എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് 2 hours കഴിഞ്ഞ് എടുത്തിട്ട് വേണം ഈ മാംഗോയിൻ്റെ സ്മോൾ പീസസ് കട്ട് ചെയ്ത് അതിലിട്ടിട്ട്, പിന്നെ നമ്മൾ ജസ്റ്റ് ഫോൾഡ് ചെയ്യാനേ പാടുള്ളൂ. ജസ്റ്റ് ഫോൾഡ് ഇട്ട് ഭയങ്കരമായിട്ട് അതിനെ ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് നട്ട്സും കൂടെയൊക്കെ ഇടാം. ഏതാ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ നട്ട്സ്? നിങ്ങൾക്ക് കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ കാഷ്യൂ നട്ടോ അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നട്ട് കഴിക്കാൻ ഇഷ്ടമാണ് ഐസ്ക്രീമിൽ എന്ന് പറഞ്ഞാൽ ആ നട്ട്സും ഇതിൻ്റെ കൂടെ ഇട്ട് എന്നിട്ട് നമ്മളതിനെ പിന്നെയും ഒരു 4 to 5 hours റെഫ്രിജറേറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കെടുത്ത് സെർവ് ചെയ്യാം. സോ ഇതിപ്പോൾ ആ മാംഗോ ആഡ് ചെയ്ത് ഒന്ന് അതൊന്ന് നല്ല പോലെ ഒന്ന് ഫോൾഡ് ചെയ്തു. പിന്നെ നമ്മൾ നട്ട്സ് ഇടുകയാണ്. ഇപ്പോൾ കയ്യിൽ കാഷ്യൂ നട്ടാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ കാഷ്യൂ നട്ട് ഇട്ടു. അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടെ 5 മണിക്കൂർ പിന്നെയും റെഫ്രിജറേറ്റ് ചെയ്ത് എടുത്താൽ നിങ്ങളുടെ ഐസ്ക്രീം റെഡി. ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് സ്പാച്ചുല കൊണ്ട് ഫോൾഡ് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും.